പ്രതിബന്ധങ്ങളെ സർഗവാസനയാൽ മറികടന്നപ്പോൾ അനന്യ സംഗീത ദേശീയ പുരസ്കാര തിളക്കത്തിന്റെ നിറവിലാണ്. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയായ ഭിന്നശേഷിക്കാരി അനന്യയെ തേടിയെത്തിയത് രാഷ്ട്രപതിയുടെ ദിവ്യാംഗജൻ പുരസ്കാരമാണ്. അയാളുടെ ലൈഫെന്ന് വെച്ചാൽ സംഗീതമാണ്. എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുക, പാട്ട് കേട്ടുകൊണ്ടിരിക്കുക, ഡൗൺലോഡ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ തന്നെയാണ് പുള്ളിക്കാരുടെ ലൈഫ് എന്ന് പറയുന്നത്. സംഗീതമുണ്ട് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ആ ഒരു സംഗീതത്തിലൂടെയാണ് പിന്നീട് മോളെ അറിയപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് മാറിയത്. അതാണ് ലളിതഗാനത്തിനൊക്കെ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു 2 വർഷമായിട്ട് മോൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമൃത TV-യിൽ റെഡ് കാർപ്പറ്റിൽ, കോമഡി സ്റ്റാറിൽ, കോമഡി മാസ്റ്റേഴ്സിൽ ഇതിലെല്ലാം മോള് പങ്കെടുത്തിട്ടുണ്ട്. ഈ വാക്കുകൾ സത്യം തന്നെ. സംഗീതം അനന്യയ്ക്ക് ജീവവായുവാണ്. ഒറ്റ വാക്കുകളിൽ ചുരുക്കിയുള്ള ആശയവിനിമയം. പക്ഷേ സംഗീതത്തിലേക്ക് കൈവച്ചാൽ ഈ കൊച്ചു പൂമ്പാറ്റയ്ക്ക് വൈകല്യങ്ങൾ ഒരു തടസ്സമല്ല. കീബോർഡിലൂടെയായിരുന്നു ആദ്യമായി അനന്യ സംഗീതം ഒഴുകിയെത്തിയത്. ഒരു വലിയൊരു പാരൻസ് ആയിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന അനന്യയുടെ ആ കഴിവുകൊണ്ടാണ്. അനന്യ നേടിയ ഈ നേട്ടങ്ങൾ കൊണ്ട് തന്നെയാണ്. അത് അനന്യയുടെ കഴിവാണ്. അനന്യയുടെ ഡിസബിലിറ്റി അല്ല, അതൊരു എബിലിറ്റി ആയിട്ടാണ് ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ അമൃത ചാനലിന് മുന്നിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞത്. നേട്ടത്തോളം തന്നെ വലുതാണ് ചേർത്ത് നിർത്തലുമെന്ന് ഈ കുടുംബം ഉറപ്പിച്ചു പറയുന്നു. 2 വാക്കുകൾ ചേർത്ത് കോയിൻ ചെയ്ത് സംസാരിക്കാൻ എൻ്റെ മോൾക്ക് അറിയില്ല. വാക്കുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് അവളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സംഗീതമാണ്. അത് ഞങ്ങൾക്ക് അത് തന്നെയാണ് ഒരു പാരൻസ് എന്നതിൽ ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത്. സർവശ്രേഷ്ഠ ദിവ്യാഞ്ജൻ അവാർഡ് കിട്ടിയതാണ്. സംഗീതമാണ് ഇവിടെ അനന്യയ്ക്ക് സംസാര ഭാഷ. ഉയരങ്ങളിലേക്ക് ചിറകുകൾ വിരിച്ചു പറക്കട്ടെ വാക്കുകൾക്കപ്പുറം ഈണമുള്ള അനന്യമായ ഭാഷ. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം കെ ബി ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.